ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു ചാലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ക്വസ്റ്റ്യനാണ്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ്, അമ്മയും ചോദിക്കും ഞാനും ചോദിക്കും. അപ്പോൾ പണിഷ്മെൻറ്റും ഉണ്ട്. പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഉപ്പുണ്ട്, വെറും ഉപ്പ്. പിന്നെ പിന്നെ മുളകുണ്ട്. ഓക്കെ, വെള്ളം കൊണ്ട് വെച്ചോ. ഓക്കെ, കുടിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ അമ്മയടുത്താ ചോദിക്കാൻ പോണേ. എനിക്ക് അമ്മയ്ക്ക് ആൻസറിന് ഒരു പിടിയില്ല. അപ്പം നമുക്ക് തുടങ്ങാം. സ്വന്തമായി ചേറുള്ള മാൻ. ചെറുമാൻ. കറക്റ്റ്. ഓക്കെ ഓക്കെ, ഫസ്റ്റത്തെ ഉത്തരം അമ്മ ശരിയാക്കിയിരുന്നു. ആരും യാത്ര ചെയ്യാത്ത ബസ്. ക്ലൂ ഒന്നുമില്ല കേട്ടോ. സീൽ ബസ്. അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. സിലബസ്. ഓക്കെ, അതൊക്കെ അറിഞ്ഞൂടല്ല. എന്താ വേണ്ടേ? ഇഷ്ടമുള്ളത് തരാം കേട്ടോ. ഉപ്പെടുക്കാം. ഓക്കെ, അപ്പൊ അമ്മ ഉപ്പ് സെലക്ട്. അങ്ങനെയല്ല, അത്ര ഇത്തിരി എടുക്കുള്ളൂ. അമ്മക്ക് പറഞ്ഞ എടുത്തപ്പോ നല്ല സന്തോഷം. ഓക്കെ, ഇനി അടുത്തത് ആരും കൂട്ടാത്ത കറി. നോക്കിയാൽ കിട്ടും. നമ്മളെപ്പോഴും പോകാറുള്ള സ്ഥലമാണ്. നമ്മള് കടയിലൊക്കെ പോകുമ്പോ അതൊരു പേരാണ്. പറഞ്ഞ ആൻസർ നമ്മളവിടെ പോയി കുറെ ഇതൊക്കെ മേടിക്കും. സാധനങ്ങളല്ല, കുറച്ച് കഴിക്കാനുള്ള സാധനം. ബേക്കറി. ഞാൻ ഇത്രയും കിളിവ് എടുത്തോട്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. ഇത് ഞാനും കേട്ടിട്ടില്ല ഗൈസ്. ഞാൻ കേട്ടിട്ടില്ല. അറിയോ എന്താണത്? എന്തൊരു ക്വസ്റ്റ്യനാണ് ഗൈസ്. അത് കുസൃതി ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് കുസൃതി ചോദ്യമാണ്. പക്ഷെ ഞാൻ ഇതിന് തരുന്നില്ല എന്ന് വെച്ചാൽ ഞാനും കേട്ടിട്ടില്ല ഇതുപോലത്തെ. അപ്പം അമ്മയ്ക്ക് ഞാൻ തരുന്നില്ല. ഓക്കെ, ഞാൻ 20 ദിവസം ചോദിക്കും. 20 ദിവസം പറ്റില്ല. 10. ബാക്കി 20 അമ്മ ചോദിക്കണം. 10 ദിവസം മതി. ഞാൻ ചോദിക്കും അമ്മ അടുത്ത് 10 ദിവസം, പിന്നെ അമ്മ ഇങ്ങോട്ട് വീണ്ടും 10 ദിവസം ചോദിക്കും. ഇനി ഞാൻ കൂലിപ്പണിക്കാർക്ക് പറ്റാത്ത പണി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂലിപ്പണിക്കാർക്ക് പറ്റാത്ത പണി. ഇതാണ് കുസൃതി ചോദ്യം എന്ന് ഓർത്തോണം. അല്ല, ഒരു ക്ലൂ തരാം. ലാസ്റ്റ് പണി വരും. ആകെ ഫ്രണ്ടില് 2 അക്ഷരമേ ഉള്ളൂ. എനിക്കറിയില്ല. ഒന്നും കൂടെ, പ്ലീസ് തിങ്ക്. വിപണി. ഇത് ഒരു തരം ഫസ്റ്റ്
ക്വസ്റ്റ്യൻ ആൻസർ ആണോ എന്തോ? ഓക്കെ, ഇവണി എടുത്തോ, ഇഷ്ടമുള്ളത് ചേർത്ത്. എനിക്കും പണി കിട്ടൂലേ അമ്മ. മുളകാണ് അമ്മ, മുളകാണ് കേസ് എടുത്തിരിക്കുന്നത്. മുളക് ഇത്തിരി അടിച്ചാൽ മതി, ഇത്തിരി അടിച്ചാൽ മതി. കാന്താരിമുളക് ഉപ്പിലിട്ടാണ്. ഗൈസ്, വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അമ്മ നേരത്തെ പറഞ്ഞു വെള്ളമൊക്കെ വേണമെന്ന്. എന്തായാലും എരിയുണ്ടാ? കുഴപ്പമില്ല, സാരില്ല, എടുത്ത് പറയും. കടി ഉപ്പെടുത്ത് വെച്ചു, അല്ല സരി. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്ക് എരിയുന്നുണ്ടെന്ന് അറിയുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു. കുക്കിങ് എടുത്തത് പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? കരയാനറിയാൻ പാടില്ല. ഒന്ന് ആലോചിച്ച്, ഇതല്ലേ വേഗം അറിയില്ല എന്ന് പറയുന്ന ടീംസാണ് ഗൈസ്. ഇത് തിങ്ക് ചെയ്യുക. എന്തുകൊണ്ട്? വായു കൊണ്ട്. തിങ്ക് ചെയ്യുക, അതാണ് പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. മനുഷ്യൻ ആദ്യമായിട്ട് ചവിട്ടിയ പാത്രം. അടിപൊളി. അമ്മയ്ക്കൊക്കെ നടന്നിട്ടുണ്ട്. കറക്റ്റ്. ഗർഭപാത്രമാണ് ആൻസർ. ഓക്കെ, ഇനി ഒരിക്കലും പറയാത്ത കാക്ക. അല്ല സോറി, പറക്കാത്ത കാക്ക. സോറി. ചോദ്യമാണോ? അതെ, എല്ലാം കുസൃതി ചോദ്യം. കാക്കൽപ്പെട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിച്ചു. ചൂണ്ടിക്കാക്കാന്ന് പറയുന്നത്. ഒരു അക്ഷരേ ഉള്ളു ഫ്രണ്ടില്, ബാക്കി കാക്കയാണ്. നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ പറയൊരു വാക്ക്. ഇത്രയും തുറന്നിട്ട് പോലും പറഞ്ഞില്ല ഗൈസ്. ഈ കാക്ക. അതാ പറഞ്ഞത് ഞാൻ. കഴിഞ്ഞില്ലേ? ഇല്ല, എത്ര 9 8 കഴിഞ്ഞു ഗൈസ്. അമ്മക്ക് 3, ഞാൻ 3 പണിയെ കൊടുത്തിട്ടുള്ള. അമ്മ പാവം, അമ്മക്ക് എരിയൊന്നുണ്ട്, ഉപ്പുണ്ട്. പോട്ടെ. ഞാൻ അടുത്തത്, എല്ലാവരും ബഹുമാനിക്കുന്ന തല. ഇത് സിമ്പിളാണ്, ഇതെല്ലാവരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ആൻസർ എനിക്ക് അറിയാമെങ്കിൽ പറയണേ. നേരത്തെ പറയണം. എല്ലാവരും ബഹുമാനിക്കുന്ന തല. ലാസ്റ്റ് തലയുണ്ട് കേട്ടോ. 3 വാക്കുണ്ട്. ഇങ്ങനെ ക്ലൂ കൊടുത്തിട്ടുണ്ട് ഞാൻ. അമ്മ എനിക്ക് ക്ലൂ തന്നോളാം. ചെന്നിത്തല. ചാ തന്നെയാണ്. പക്ഷെ ഇത്രയും ക്ലൂ കൊടുത്തിട്ട് ചാ വെച്ചിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അറിഞ്ഞോളാ, ചുമതല. അതാ പറഞ്ഞത് ഞാൻ. ലാസ്റ്റാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അമ്മയ്ക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരിക്കലും കായാത്ത മരം. കായ്ക്കാത്ത മരം. നമ്മളല്ല,
ഈ പാർട്ടിക്കാരൊക്കെ ചെയ്യാം. ഇത് കാര്യം ചെയ്തു. സമരം ആ കറക്റ്റ്. സമരം. രണ്ടെണ്ണം ശരിയാക്കി. വെട്ടി 1 2 ശരിയാക്കിയതാണോ ചോദിക്കുന്നത്? ശരിയാക്കിയത് കുറച്ചായിരിക്കും കൂടുതൽ, തെറ്റിയതായിരിക്കില്ല കൂടുതൽ. തെറ്റിയത് പറയാൻ 1 2 3 4 5 തെറ്റിച്ച് ബാക്കിയെല്ലാം ശരിയാക്കി. ബാക്കി 5 തെറ്റിച്ച് ബാക്കി 5 ശരിയാക്കുകയും ചെയ്ത്. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കാം. ഇനി നന്ദൂട്ടിയുടെ 11 തൊട്ടുള്ള 20 എനിക്ക് ഞാൻ നോക്കിയിട്ട് പോലുമില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, കുറച്ച് നീങ്ങിയിരിക്കും. സ്ഥലമുണ്ടോ? പറക്കാൻ പറ്റാത്ത കിളി. പറ്റാത്ത കിളിയോ? പറക്കാൻ പറ്റാത്ത കിളിയോ? ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന സംഭവം. ഹാർട്ട്. കിളി വെച്ചിട്ടുള്ള ഒരു സംഭവം ശരീരത്തിലൊക്കെ കിളിക്കിളിയോ? കിളുക്കോ? അടുത്ത് വരെ എത്തി. അടുത്ത എത്തിയാ കിളുക്കാൻ പറ്റി. പാദസരോ? അറിയോ? ഇക്കിളി ഏതെങ്കിലും എടുത്ത്. ഉപ്പാണ് മുളകാണ്? ഞാൻ എൻ്റെ ഇത്ര എടുക്കണ്ടേ? കുറച്ച് കൂടി പോയി. മരിക്കാതിരിക്കാൻ എന്ത് വേണം? ഹാർട്ട് വേണം. സമരു. ഇതൊരു സീരിയസ് ആയ പ്രശ്നം. മരിക്കാതിരിക്കാൻ എന്ത് വേണം? നമ്മളിവിടെ വന്നത് എങ്ങനെയാണ്? ദുരന്തോ? അല്ല പിന്നെ ദുരന്തമാണോ? മനസ്സിലായില്ല. അയ്യോ, മരിക്കാതിരിക്കാൻ എന്ത് വേണം? വെള്ളം വേണം. ശരിയാ, അറിയോ? ആൻസർ പറയട്ടെ. മരിക്കണേന്റെ ഓപ്പോസിറ്റ്. മരിക്കണേന്റെ ഓപ്പോസിറ്റ് ജനിക്കാതിരിക്കണം. ഞാൻ വിചാരിച്ചത് അത്. എന്ത് ഞാൻ എടുക്കുക? ഇനി എടുത്തു. ഒരു മുളകെടുത്ത്. മുളകാ? ചെറിയ മുളകെടുത്താൽ മതി. ഒന്നാമത് ഇന്നലെ ഞാൻ മുളക് കഴിച്ചു. ഐസ് വെച്ചിട്ടാണ് മാറുന്നത്. ഐസ് ചപ്പി സെക്കൻഡ് കേസ്. ഞാൻ ചെറിയ ഇവിടെ എടുത്തോളൂ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. അരി, മണ്ണെണ്ണ, കാടോ, റേഷൻ കട. ലാസ്റ്റ് വരുന്നെന്താ? റേഷൻ. അരി. മോഡറേഷൻ. അതെന്തൊരു കുറച്ചാണ്? അതുണ്ട്, കൊച്ചിനറിയൂല. എന്തൊരു ആശ്വാസം. എനിക്ക് പണി കിട്ടുക. നമ്മൾ ഇനി ചാലഞ്ചൊക്കെ ആയിട്ട് വെക്കാം. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? സുഖത്തിലും ദുഃഖത്തിലും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, കുസൃതിയാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? വാക്കുകൾ ശ്രദ്ധിക്കുക.
സുഖദുഃഖം. ഏത് ഏത് ഉള്ളത് രണ്ടിലും? സുഖത്തിലും ദുഃഖത്തിലും ഏതാ ഉള്ളത്? ധിക്കാരു. സുഖത്തിലും ദുഃഖത്തിലും ഏതാ ഉള്ളത്? മലയാളം അറിയാൻ പാടില്ലേ? എന്നിട്ട് മലയാള അക്ഷരം ലാസ്റ്റ് എന്തായിരുന്നു? സുഖം ദുഃഖം. ലാസ്റ്റ് എന്തായിരുന്നു? ഇതിലും ഏതാ ഉള്ളത്? ഒരക്ഷരം. അക്ഷരം രായോ? അല്ല, ഒരു അക്ഷരമാണോ? ആ ഇത്ര നല്ല ക്ലൂ തന്നു. സുഖത്തിലും ദുഃഖത്തിലും ദയോ. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതുണ്ട്. എഴുതി. റൈറ്റ് ആൻസർ. കേയ. കേല. ഖ. ഖ. സുഖ ദുഃഖ ഖ. ഓ, ഇത് മറ്റേ കുസൃതിച്ചതും കുറച്ച് ഇതായിപ്പോയി. വെള്ളം കുടിക്കണം. അതുകൊണ്ട് ഉപ്പ് തിരി വെക്കും. അതാണ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളത് കഴിച്ച്. ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി. സംസ്കൃതിയാ? അതാ ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. മോശമായ കൃതി. മോശമായ കൃതിയോ? കൃതി ഉണ്ട് ലാസ്റ്റ്. അതിന്റെ മുകളിൽ ഫ്രണ്ടിലെ ഒരു വാക്ക്. ഒരു വാക്കുള്ളൂ. ഇക്കൃതി. അന്തൂട്ടിയുടെ സ്വഭാവം. അലമ്പോ? കൃതി. എന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ചീത്ത സ്വഭാവം. സോറി ഗൈസ്. നല്ലതാണ് ചീത്തയാണോ? വെള്ളം കുടിച്ച് വളരെ നിറച്ചോ? അല്ല, നല്ലതാണ് ചീത്തയാണോ? അലമ്പ് സ്വഭാവം. കൃതിക്ക് മുന്നേ വികൃതി. കറക്റ്റ്. വികൃതി. എനിക്ക് സ്വഭാവം. ഞാൻ പറയാത്ത ഉത്തരവൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. കമന്റ് ചെയ്യണം. അമ്മ പിന്നെ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദക്ക്. തോളിൽ സഞ്ചിയുള്ള ജീവി ഏത്? ഉറുമ്പ. മനുഷ്യനാണ്. തോളിൽ സഞ്ചിയുള്ള ജീവി നമ്മൾ കാണാറുള്ള ജീവിയാണ്. യാത്രകളിലൊക്കെ പോകുമ്പോൾ. മങ്കി. യാത്രകളിലൊക്കെ പോകുമ്പോൾ കിളി. മങ്കി. സഞ്ചി ഇട്ടുകൊണ്ട് നടക്കണ മങ്കി ഉണ്ടാ? കിളിയുടെ തോളത്ത് എവിടെ സഞ്ചി? കങ്കാരു. കങ്കാരുവിന് എവിടെ സഞ്ചി? ഇവിടെ സഞ്ചി തോളില്. കങ്കാരുവിന് തോളുണ്ടാ? മനുഷ്യനെ പോലെ മീനാണ്. മനുഷ്യനാണ്. മനുഷ്യനാണ്. പറയണോ ആൻസർ? വേണ്ട. ചോള. തോളില് ചോളല്ല, സഞ്ചിയുള്ള ജീവി. അന്തോട്ടി തോറ്റാ? തോറ്റാ? കണ്ടക്ടർ. ബസ്സിലെ കണ്ടക്ടർ. എന്തൊരു ചോദ്യമാണിത്. അമ്മ ചോദിച്ചു. 10 കഴിഞ്ഞാ? സോറി 20 കഴിഞ്ഞാ? മതി. ഓക്കെ ഗൈസ്, കഴിഞ്ഞു. അന്തോട്ടി 3 ശരിയാക്കിയിട്ടുണ്ട്. അമ്മ ജയിച്ചേ? അമ്മ 5 ശരിയായി, 3 ശരിയായുള്ളൂ. അപ്പൊ എനിക്ക് ലാസ്റ്റത്തെ പണിയുപ്പ്. അമ്മ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു.
അപ്പം നിങ്ങൾക്ക് ഈ ചലഞ്ച് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ ചലഞ്ച് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.